ഗോവിന്ദ മുതലാളി ഒന്ന് നിക്കണം. ഒന്നും പറയാതെ അങ്ങനെ അങ്ങ് പോയാലോ? നീ എന്നോട് പ്രതികാരം ചെയ്യാമെന്നാണല്ലേ? പിന്നെ താൻ എന്താ കരുതിയത്? എനിക്ക് തന്നോട് പ്രേമമാണെന്നോ? അതിന് ഈ നാട്ടിൽ കൊള്ളാവുന്ന ആമ്പിള്ളേര് വേറെ ഉണ്ട് മുതലാളി. അതെ, ചതിക്ക് ചതി. അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു തന്നെയാ ഞാൻ. അന്നൊരിക്കൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ തനിക്ക്? ഞാനൊരു കടങ്കഥയാണെന്ന്. അതെ, ഈ ഗായത്രി ഒരു കടങ്കഥയാ. കടങ്ങളുടെ മാത്രം കഥ. അതിനൊക്കെ കാരണക്കാരൻ താനും. നോക്ക്, ആരെ ശപിക്കണമെന്നറിയാതെ ശിഷ്ടജന്മം കണ്ണീരൊഴുക്കി കഴിയുന്ന ഈ പാവങ്ങളെ കണ്ടോ താൻ? കൂട്ടി എഴുതിക്കോ. താൻ പെരുപ്പിച്ചു കൂട്ടുന്ന സമ്പാദ്യങ്ങളിൽ ഇവരുടെ കണ്ണീരും പെടും. തീർന്നോ? ഇതുപോലുള്ള കഥനകഥകൾ കുറെ കേട്ടതായി ഗോവിന്ദൻ. പക്ഷെ ഇന്നേ ഇവർ ആരുടെ മുമ്പിൽ അലിഞ്ഞു പോയിട്ടില്ല. കാരണം ആദ്യമായും അവസാനമായും ഗോവിന്ദൻ ഒരു കച്ചവടക്കാരൻ മാത്ര. എന്നോട് കള്ളത്തരം കാട്ടിയവരാരും ഞാൻ ഇന്നേവരെ വെറുതെ വിട്ടിട്ടില്ല. ഗോവിന്ദൻ എങ്ങനെയാ? മതി, തന്റെ നെറികെട്ട ബിസിനസിന് ആദർശത്തിന്റെ അടിക്കുറിപ്പൊന്നും കൊടുക്കണ്ട. പണക്കൊതിയനായ താനുമായുള്ള എല്ലാ കണക്കുകളും ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കാം.